സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള 50 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സ്വന്തമാക്കി കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതി നടത്തിപ്പ് മുതൽ ഭിന്നശേഷി സൗഹൃദ മേഖലയിലെ തനതായ പ്രവർത്തനം ഉൾപ്പെടെയാണ് നേട്ടത്തിന് വഴി തുറന്നത്. ഈ നേട്ടം കൂട്ടായ്മയുടെ വിജയമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി വ്യക്തമാക്കി. പദ്ധതി തുകയുടെ വിനിയോഗം മാത്രമല്ല വെളിയന്നൂരിനെ ഒന്നാമതാക്കിയത്. പഞ്ചായത്ത് നടത്തിയ വേറിട്ട പ്രവർത്തനങ്ങളായിരുന്നു നേട്ടത്തിന് വഴിയൊരുക്കിയത്. സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, വാർഡ് കേന്ദ്രീകൃതമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ആ ആശയത്തിൻ്റെ ഭാഗമായി 4 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിതമായ പഞ്ചായത്താണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്. വർഷങ്ങളായി മുടങ്ങിപ്പോയ, ഒരിക്കൽ പോലും വെള്ളം വരില്ല എന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട ഒരു MVP കനാൽ പൂർണ്ണമായി ജനങ്ങളുടെ സഹായത്തോടു കൂടി വീണ്ടെടുത്ത് അതിൽ ജലമെത്തിച്ച ഒരു അനുഭവം വെളിയന്നൂരിനുണ്ട്. തരിശു നിലങ്ങളിൽ കൃഷി ഇറക്കി ആ കൃഷിയെ തുടർച്ചയായി സംരക്ഷിച്ച് നിർത്തുന്ന പ്രവർത്തനം വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾ അവരെ സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ബെഡ് സ്കൂൾ ആരംഭിച്ചു. അവിടെ എത്തുന്ന അമ്മമാർ ആ കുട്ടികളെ സ്കൂളിലാക്കിയതിന് ശേഷം അവർ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഈ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവർക്കൊരു വരുമാനം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ അവർക്ക് വേണ്ടി സംരംഭങ്ങൾ ആരംഭിച്ചു. അവിടെ ഇന്ന് കനിവ് പേപ്പർ പ്രൊഡക്ട്സിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന നോട്ട്ബുക്കുകൾ, പേനകൾ, അത് കിളി ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി അത് വിതരണം ചെയ്യുന്നു. ഭിന്നശേഷി സൗഹൃദം തന്നെയാണ് ഇതിൽ പ്രധാനം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി വെളിയന്നൂരിനെ തിരഞ്ഞെടുത്തത് പലവിധ മേഖലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. അതിൽ ഒന്നായിരുന്നു ബഡ് സ്കൂളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും. മക്കളെ ക്ലാസ്സുകളിലാക്കിയതിനു ശേഷം വിശ്രമിക്കുന്ന വീട്ടമ്മമാർക്ക് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുള്ള അവസരമാണ് പഞ്ചായത്ത് ഒരുക്കിയത്. പഞ്ചായത്തിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി സ്കൂൾ തുടങ്ങി. ഇവരുടെ അമ്മമാർക്കായി കനിവ് പേപ്പർ പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിനും തുടക്കം കുറിച്ചു. ഞങ്ങൾ ആദ്യ സമയങ്ങളിലൊക്കെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ഇരിക്കുമായിരുന്നു. കൊച്ചുങ്ങളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് ഈ സംരംഭം തുടങ്ങുക എന്നുള്ള ഒരു ആശയം പഞ്ചായത്തുകാരും അതുപോലെ ഇവിടെ ടീച്ചർമാരും ടീച്ചേഴ്സും എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് ഞങ്ങൾ അമ്മമാർക്ക് വേണ്ടി ഒരു വരുമാനം കിട്ടാൻ വേണ്ടി, അതുപോലെ വെറുതെ ഇരുന്ന സമയം കളയണ്ട എന്നും പറഞ്ഞ് അമ്മമാർ അവരവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ള രീതിയിൽ വന്നതും അതുപോലെ ഞങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങിയത്. ഇതുപോലെ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഇവിടെ വന്ന് പങ്കുവയ്ക്കും. ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. മക്കളെ നോക്കുകയും ചെയ്യാൻ, മക്കളെ ശ്രദ്ധിക്കുകയും ചെയ്യും. തരിശു കിടന്ന 26 ഏക്കർ പാടശേഖരം കഴിഞ്ഞ 8 വർഷമായി കതിരണിഞ്ഞു. LDFിൻ്റെ നേതൃത്വത്തിലുള്ള 13-അംഗ ഭരണസമിതിയുടെ ഒരുമയോടെയുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിനെ നേട്ടത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.